ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയ കഥ ഇന്ന് തുടങ്ങാം കേട്ടോ. മഴയിൽ കണ്ടുമുട്ടിയ പ്രണയം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. രാവിലെ 8 മണി. ആതിര പതിവ് പോലെ ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി. വീട്ടിലെ ഏക മകളായ അവൾ അമ്മയെയും അച്ഛനെയും ഒരുപോലെ സ്നേഹിക്കുന്നവളായിരുന്നു. വലിയ സ്വപ്നങ്ങളൊന്നുമില്ലെങ്കിലും ജീവിതം സ്വന്തം കഠിനാധ്വാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. ആതിര ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ, അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു. വൈകും അമ്മേ, ഓഫീസിലെത്തി കഴിക്കാമെന്ന് പറഞ്ഞ് അവൾ ബാഗും എടുത്ത് പുറത്തിറങ്ങി. ബസ് സ്റ്റോപ്പിൽ പതിവ് പോലെ തിരക്കായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ബസ് വന്നു. വലിയ ബുദ്ധിമുട്ടോടെ അതിൽ കയറി. ഓഫീസിലെത്തിയപ്പോൾ സഹപ്രവർത്തക മാളവിക ഓടിയെത്തി. ഇന്ന് നമ്മുടെ പുതിയ പ്രൊജക്റ്റ് തുടങ്ങുകയല്ലേ, എല്ലാവരും കോൺഫറൻസ് റൂമിലുണ്ട്. അറിയാം, ഞാൻ വരാം. മുഴുവൻ ദിവസവും ജോലി തിരക്ക്, സമയം പോയതറിഞ്ഞില്ല. വൈകുന്നേരം 6 മണിയോടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആകാശം കറുത്ത മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇന്ന് മഴ പെയ്യും, സുരക്ഷാ ജീവനക്കാരൻ പറഞ്ഞു. അത് കേട്ട് ആതിര വേഗത്തിൽ ബസ് സ്റ്റോപ്പിൽ നടന്നു. 2 മിനിറ്റിനകം ശക്തമായ മഴ തുടങ്ങി. കുടയില്ല, ബസ് വന്നില്ല. മഴ ശക്തമായി. ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നവർ ഓരോരുത്തരും ഓടി രക്ഷപ്പെട്ടു. ആതിര മാത്രം അവിടെ നിന്നു. അപ്പോഴാണ് ഒരു കറുത്ത കാർ അവളുടെ മുന്നിൽ വന്ന് നിർത്തിയത്. കാറിൻ്റെ ഗ്ലാസ് പതിയെ താഴ്ന്നു. എക്സ്ക്യൂസ് മീ. ആതിര നോക്കി. ഏകദേശം 30 വയസ്സ് തോന്നിക്കുന്ന ശാന്തമായ മുഖമുള്ള ഒരു യുവാവ്. നിങ്ങൾ നന്നായി നനയുകയാണ്, ഞാൻ ഡ്രോപ്പ് ചെയ്യട്ടെ? വേണ്ട, ഞാൻ ബസ്സിൽ പോകാം. ഈ മഴയിൽ ബസ് എപ്പോഴാണ് വരിക എന്നുപോലും അറിയില്ല. ആതിര വീണ്ടും അടിച്ചു. അപ്പോഴേക്കും ശക്തമായ ഇടിമിന്നൽ. അവൾ അറിയാതെ പേടിച്ച് ഒരു പടി പിന്നോട്ടു മാറി. അയാൾ ചെറുചിരിയോടെ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ വരുൺ. ആ പേര് കേട്ടപ്പോൾ ആതിര ഒന്നും പറയാതെ നിന്നു. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം, പക്ഷേ ഞാൻ മോശം ആളല്ല. മഴ വീണ്ടും ശക്തമായി. അവസാനം ആതിര കാറിൽ കയറി. യാത്ര തുടങ്ങിയിട്ടും കുറച്ചുനേരം ഇരുവരും ഒന്നും സംസാരിച്ചില്ല. നിശബ്ദത ഭേദിച്ച് വരുൺ ചോദിച്ചു, നിങ്ങളുടെ പേര്? ആതിര. നല്ല പേരാണ്. ആതിര ഒരു ചെറിയ പുഞ്ചിരി മാത്രം നൽകി. കാറിൻ്റെ ജനലിലൂടെ മഴത്തുള്ളികൾ ഒഴുകി. പുറത്തുള്ള നഗര വെളിച്ചങ്ങൾ ആ മഴയിൽ മങ്ങിക്കിടന്നു. കുറച്ചു കഴിഞ്ഞ് വരുൺ ചോദിച്ചു, എല്ലാ ദിവസവും ഇതേ സമയത്താണോ ഓഫീസിൽ നിന്നും പോകുന്നത്? അതെ. അപ്പോൾ ഇന്ന് ഞാൻ ഭാഗ്യവാനാണ്. അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞേനെ. ആതിര മറുപടി ഒന്നും പറഞ്ഞില്ല. വീട്ടുമുന്നിൽ കാർ നിർത്തി. ഇറങ്ങുന്നതിന് മുമ്പ് വരുൺ പറഞ്ഞു, നമ്മൾ വീണ്ടും കാണുമോ എന്നറിയില്ല, പക്ഷേ ഇന്നത്തെ ഈ മഴ ഞാൻ ഒരിക്കലും മറക്കില്ല. ആതിര ഒരു നിമിഷം അവനെ നോക്കി. നന്ദി. അത്രമാത്രം പറഞ്ഞ് അവൾ വീട്ടിലേക്ക് നടന്നു. പക്ഷേ അവൾക്കറിയില്ലായിരുന്നു, വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് അകലെ നിർത്തിയിരുന്ന മറ്റൊരു കാറിൽ നിന്ന് ഒരാൾ ഇതെല്ലാം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അയാൾ ഫോണെടുത്ത് ഒരാളെ വിളിച്ചു. സാർ, നിങ്ങൾ പറഞ്ഞ പെൺകുട്ടി ഇന്ന് വരുണിനൊപ്പം പോയി. ഫോണിൻ്റെ മറുവശത്ത് നിന്ന് കേട്ട മറുപടി ഒരു വാക്കു മാത്രം, ഇനി കളി തുടങ്ങാം. അപ്പോൾ അടുത്ത പാർട്ട് വേഗം ഇടാം കേട്ടോ, പാർട്ട് 2. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.